സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദൂര പഠന കേന്ദ്രം പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ ഓൺലൈൻ കോഴ്സുകൾ പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനമാക്കി മാറ്റാനാണ് തീരുമാനം. അടുത്ത അക്കാദമിക വർഷം മുതൽ UGC അനുമതിയോടെ ഓൺലൈൻ കോഴ്സുകൾ ആരംഭിച്ചേക്കും. സംസ്ഥാനത്തെ വിദൂര വിദ്യാഭ്യാസം ഏകീകരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ചത്. ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം മറ്റ് സർവകലാശാലകൾ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ നടത്താൻ പാടില്ല എന്ന് വ്യവസ്ഥയും ചെയ്തു. ഇതുമൂലമാണ് വിദൂര പഠന കേന്ദ്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കേരള സർവകലാശാല തീരുമാനിച്ചത്. നിലവിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സംവിധാനം പൊളിച്ചു പണിത സ്കൂൾ ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷനാക്കി മാറ്റാനാണ് തീരുമാനം. ശേഷം UGC അംഗീകരിച്ച ഓൺലൈൻ കോഴ്സുകൾ ഇതിന് കീഴിൽ ആരംഭിക്കും. ആദ്യഘട്ടം UGCയുടെ അനുമതി തേടുക എന്നതാണ്. ശേഷം ലഭ്യമാകുന്ന കോഴ്സുകൾ ക്രോഡീകരിക്കും. സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് തന്നെയാണ് പുതിയ സംവിധാനത്തിന്റെയും ചുമതല. UGCയുടെ അംഗീകാരമുണ്ട്. അംഗീകാരം എന്ന് വെച്ചാൽ നമ്മൾ A++ ആണ് നാക്കിൻ്റെ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അപേക്ഷിച്ചാൽ മാത്രം മതി, പ്രത്യേകിച്ചുള്ള മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് ഈ ഓൺലൈൻ പ്രോഗ്രാമുകൾ അടുത്ത വർഷം മുതൽ കേരള സർവകലാശാലയിൽ UGCയുടെ അനുമതിയോടുകൂടി തുടങ്ങുക എന്നുള്ളൊരു പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രാരംഭ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സിൻഡിക്കേറ്റ് ഒരു സമിതിയെ ഉടൻ നിശ്ചയിക്കും. അക്കാദമിക വിദഗ്ധരെയും സർവകലാശാലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയാകും സമിതി രൂപീകരിക്കുക. 10 ലക്ഷം രൂപയാണ് സംവിധാനത്തിനു വേണ്ടി ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.